ോ ഭൂതങ്ങൾക്കോ പിശാചുക്കൾക്കോ പറയുന്ന പേരാണ് ഇല്ലൂമിനാറ്റി. എന്നിട്ട് പറയുന്ന ആ വരികളൊക്കെ എനിക്ക് കേൾക്കാനിടയായി. ഞാൻ അത്ഭുതപ്പെട്ടു, മലയാളത്തിലാണോ ഇതൊക്കെ പറയുന്നത്? ചോരയുടെയും സ്കള്ളിന്റെയും കഥ പറഞ്ഞ്, മദ്യത്തിന്റെയും ലഹരിയുടെയും വചനങ്ങൾ നമ്മുടെ മക്കൾ ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിനെ ആവാഹിക്കുന്ന വാക്കുകൾ, പൈശാചികതയെ ഉത്തേജിപ്പിക്കുന്ന ചിന്തകൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ചില സാംസ്കാരികമായ വേദനാജനകമായ ചില തലങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നമ്മുടെ മക്കളുടെ നാവിലൂടെ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എത്ര മനോഹരമാണ് ഖുർആൻ. അത് ഓതാൻ നമുക്ക് സമയമില്ലല്ലേ, കേൾക്കാൻ നമുക്ക് സമയമില്ല. ഈ ഇല്ലൂമിനാറ്റി പാടാനും ചാടാനും കേൾക്കാനും പ്ലേ ചെയ്യാനും. വീണ്ടും ഇന്ന് ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് വരുന്ന വഴിക്ക് ടൂറ് പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. അതിലൊരു ബസ്സിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചു, ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചാട്ടവും DJ എന്തൊക്കെയാ. ഇല്ലൂമിനാറ്റി, പിശാച്ച് പിശാച്ച് എന്നായി പറയുന്നത്. പിശാച്ച്, ശൈത്താന്മാർ. നമ്മുടെ മക്കൾക്ക് അറിയില്ലായിരിക്കും എന്തായി പറയണത്. പുതിയ പാട്ടാണ്, പുതിയ ട്രെൻഡാണ്. അത് പാടുന്ന ആളുകളെ കുറിച്ച്, അവരുടെ കരിയറിനെ കുറിച്ചൊന്നുമില്ല ഞാൻ പറയാം. പാട്ടിന്റെ കണ്ടന്റുകളിൽ ചില വിഷവിത്തുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയാതെയാണ് യുവജനങ്ങൾ ഇതിന്റെ പിന്നാലങ്ങ് ചാടിക്കൂടുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങൾ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ചെല്ലാം നാളെ വിചാരണയുടെ നാളിൽ അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്താ നിങ്ങൾ കേട്ടത്? എന്തായിരുന്നു നിങ്ങൾ? ഏതൊക്കെ റീലുകളാണ്, ഏതൊക്കെയാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്തത്? ഏതൊക്കെയാണ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കണ്ടത് എന്ന്. വൽ ബസ്വറ, നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ട്. ഇന്ന സമഅ, കേൾവിയെ കുറിച്ച് ചോദ്യമുണ്ട്. വൽ ഫുആദ്, മനസ്സിലേക്ക് നിങ്ങൾ കോറിയെടുത്ത ചിന്തകളെ കുറിച്ചും നാളെ ചോദ്യമുണ്ട്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിക്കാറുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ആകാശലോകങ്ങളോട് അല്ലാഹു ചോദിച്ചു. വിശാലമായി കിടക്കുന്ന ഭൂമികയോട് അല്ലാഹു ചോദിച്ചു. ഉയർന്നു നിൽക്കുന്ന മലകളോട്, പർവ്വതങ്ങളോട് അല്ലാഹു ചോദിച്ചു. പർവ്വതമേ, ഭൂമിയെ, ആകാശലോകങ്ങളെ, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്ന അമാനത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു അവനേകനാണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ജീവൻ നൽകിയതവനാണ്. ആ തന്ന ജീവൻ എടുക്കാനും അധികാരമുള്ളവൻ അല്ലാഹു തന്നെ. അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്ന ഈ അമാനത്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാണോ എന്ന് ആകാശലോകങ്ങളോട്, ഭൂമിയോട്, പർവ്വതങ്ങളോട് അല്ലാഹു ചോദിച്ചുവെന്ന് സൂറത്തുൽ അഹ്സാബ്
فأبين أن يحملنها وأشفقن منها. ആകാശലോകങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾക്ക് സാധ്യമല്ല. മാമലകൾ പറഞ്ഞു, റബ്ബേ ഞങ്ങൾക്കിത് ഏറ്റെടുക്കുക സാധ്യമല്ല. ആകാശഗംഗകളിലെ താരസമൂഹങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഏൽപ്പിച്ചാൽ അത് അർഹിക്കുന്ന വിധം ആ അമാനത്തിനെ കൊണ്ടു നടക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് പറയുകയും അവയൊക്കെ പേടിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ 5 നേരം നിസ്കാരമോ ഞാൻ ചെയ്യാം, റമദാനിലെ നോമ്പാണോ ഞാൻ എടുക്കാം, സകാത്തും ഹജ്ജുമല്ലേ അതെന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും, സത്യം പറയലും ധർമ്മവും നീതിയും സത്യസന്ധതയും വിശ്വസ്തതയുമല്ലയോ എല്ലാം ഞാൻ കൊണ്ടു നടക്കാമെന്ന് റബ്ബിനോട് വാക്ക് പറഞ്ഞ് ഏറ്റെടുത്തവനാണ് മനുഷ്യൻ. അല്ലാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം, ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇത്രമേൽ സ്വന്തത്തോട് അനീതി ചെയ്തവനും ഇത്രമേൽ അജ്ഞതയുള്ളവനുമാണല്ലോ മനുഷ്യനെന്ന് വിശുദ്ധ ഖുർആൻ. ആ അമാനത്താണ് എന്റെയും നിങ്ങളുടെയും കൈകളിൽ കിടക്കുന്നത്. ആ അമാനത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നത് വീടുണ്ടാക്കാനും കുട്ടികൾ കെട്ടിക്കാനും അല്ല. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് നടന്നു പോകും. ഇവിടെ വന്നത് തിന്നാനും കുടിക്കാനുമല്ല. അതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്ന ദൗത്യം ഏറ്റവും വ്യക്തമായും സ്പഷ്ടമായും നടക്കുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ്, ശുദ്ധ ഖുർആനിലൂടെ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. എവിടെ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന ആദിമ മനുഷ്യന്റെ ചിന്ത തൊട്ട് പിഞ്ചു കുഞ്ഞുവരെ എവിടെ നിന്നാണ് ഇതൊക്കെ വന്നത്, ആരാണ് ഇതൊക്കെ കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, ആരാണ് എന്നെ പടച്ചത്, ആരാണ് എന്റെ ചുറ്റുവട്ടങ്ങളിലുമുള്ള ഈ ലോകത്തെ പടച്ചത് എന്ന മനുഷ്യന്റെ ആദ്യ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കണേ ബിസ്മി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ. ആ രക്ഷിതാവിന്റെ പേര് പോലും പറയാതെ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് നബിയേ അല്ലദീ ഖലഖ്, അവനാണ് എല്ലാം പടച്ചത്. He created everything that exists. ഈ ലോകത്തുള്ള സർവ്വതും പടച്ചതവനാണ്. അടുത്ത ചോദ്യം, ആരാ എന്നെ പടച്ചത്? ഖലഖൽ ഇൻസാന മിൻ അലഖ്. Created man from a drop of blood, from a sensitive drop of blood. മനുഷ്യനെ പടച്ചു ഒരു കൊച്ചു രക്തപിണ്ഡത്തിൽ നിന്ന്. ഇഖ്റഅ, വായിക്കണേ, വറബ്ബുകൽ അക്രം, അങ്ങയുടെ രക്ഷിതാവ് ദയാലുവാണ്. ദയാലുവിൽ നിന്നല്ലേ കിട്ടേണ്ടത്, ദയാലുവിൽ നിന്നല്ലേ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം കിട്ടണം, ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിന്റെ വഴി ഇഖ്റ ആണ്, പഠിക്കലാണ്, ഓതലാണ്. വായിക്കണം, നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. അറിയണം, പഠിക്കണം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം തരാൻ കഴിയുന്നവനായ അക്രമായ അല്ലാഹു നിങ്ങൾക്ക് കൂടെയുണ്ട്. അല്ലദീ അല്ലമ ബിൽ ഖലം, എഴുതി പഠിക്കണം, എഴുതാൻ പഠിപ്പിച്ചതവനാണ്. ഇദ്രീസ് അലൈഹിസ്സലാം എന്ന നബിയാണത്രേ ആദ്യമായി പേന കൊണ്ട് എഴുതിയത്. ആദം നബി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വന്ന നബിയാണ് ഇനോഖ് എന്ന് ഇംഗ്ലീഷുകാരൻ വിളിക്കുന്ന ഇദ്രീസ് അലൈഹിസ്സലാം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിവില്ലാത്തതെല്ലാം മനുഷ്യനെ പഠിപ്പിച്ചതാണ് അല്ലാഹു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. You have come out of the womb of your mothers and you did know nothing. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോഴേ നമുക്കൊന്നും അറിയില്ലായിരുന്നു, പിന്നൊക്കെ പഠിച്ചതാണ്.
ഉമ്മ പഠിപ്പിച്ചു, ഉപ്പ പഠിപ്പിച്ചു, കൂടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ ഭൂമിയിലേക്ക് അല്ലാഹു നിങ്ങളെ പറഞ്ഞേച്ചപ്പോൾ വഅൻതും ലാ തഅലമൂന ശൈആ, you knew nothing, ഒന്നും അറിയില്ലായിരുന്നു. നമുക്ക് അജ്ഞതയിലാണ് നമ്മൾ ജനിച്ചത്. എന്നിട്ട് ജ്ഞാനം നൽകിയത് അല്ലാഹുവാണ്. ആ റബ്ബിന്റെ അസ്തിത്വത്തെയാണ് സംസാരിക്കാനും എഴുതാനും ചിന്തിക്കാനും ഫിലോസഫി വായിക്കാനും സമയമാകുമ്പോഴേക്കും ആ റബ്ബിനെയാണ് ഒന്നും അറിയാതെ ജനിച്ച ഈ കുഞ്ഞായി ജനിച്ച മനുഷ്യൻ പിന്നെ നിരീശ്വരവാദം പറയുന്നത്, നിർമ്മിതവാദം പറയുന്നത്, ഇലാഹില്ലാവാദം പറയുന്നത്. എത്ര വലിയ അനീതിയാണ് മനുഷ്യൻ പടച്ചവനോട് ചെയ്യുന്നത്, എത്ര വലിയ അനീതിയാണ്. മുസനബി ചോദിച്ചു, അല്ലാഹുവേ, ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാണ്ട് റബ്ബേ, ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി റിക്വസ്റ്റ്. എന്താ മുസനബിയെ, പറഞ്ഞോളൂ. അല്ലാഹുവേ, എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് ഞാൻ ആളുകളോട് പറയുമ്പോ ബനൂ ഇസ്രായേലുകളിലെ ഈജിപ്തിലെയും സീനാ മരുഭൂമിയിലെയും എന്റെ ശത്രുക്കൾ എന്നെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് അവരുടെ വായക്കൊന്ന് മൂടിക്കെട്ടാനൊന്ന് സഹായിക്കുമോ പടച്ചോനെ? അവരോടൊന്നും എന്നെ കളിയാക്കരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ അവർക്ക് കളിയാക്കാനും പരിഹസിക്കാനും സർക്കാസം ചെയ്യാനും ഒരവസരം കൊടുക്കാതെ നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ജല്ല ജലാലുഹു സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് കൊടുത്തൊരു മറുപടിയുണ്ട്. മൂസ നബിയെ, ഞാൻ എനിക്ക് വേണ്ടി പോലും എൻ്റെ സൃഷ്ടികളോട് ചെയ്യാത്തതാണോ നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്നത്? ഞാൻ പടച്ച എൻ്റെ സൃഷ്ടികൾ എന്നെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അവരുടെ പടച്ചവനല്ല. അവരുടെ വായൊന്നും ഞാൻ മൂടിക്കെട്ടിയിട്ടില്ല മൂസ നബിയെ. അത് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ വേദനയുണ്ടെങ്കിൽ പടച്ചവനായ ഞാൻ, ആ രക്ഷിതാവായ ഞാൻ അവരുടെ രക്ഷിതാവല്ലെന്നവർ പറയുമ്പോ എനിക്കെത്ര വേദനയുണ്ട് മൂസ നബിയെ. അതുകൊണ്ട് ഇത് കർമ്മങ്ങളുടെ ലോകമാണ്. ഇത് ശിക്ഷയുടെയോ രക്ഷയുടെയോ ലോകമല്ല. അത് ആഖിറമാണ്. ഇവിടുന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള സർവ്വ പൊട്ടൻഷ്യലും എല്ലാ കഴിവുകളും നമ്മൾ കൊടുക്കും മനുഷ്യർക്ക്. അങ്ങനെ നമ്മൾ നോക്കുകയാണ്, വീക്ഷിക്കുകയാണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോകും, എന്തൊക്കെ അവര് പാടും, എന്തൊക്കെ അവര് പറയും, എന്തൊക്കെ അവര് സംവിധാനിക്കും, എന്തൊക്കെ ചിന്തകൾ, വിഷവിത്തുകൾ അവരുടെ കലകളിലും സാഹിത്യങ്ങളിലും എഴുത്തുകളിലും സിനിമകളിലും കുത്തിക്കയറ്റി മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കാൻ എവിടം വരെയൊക്കെ അവർ പോകുമെന്ന് നാം നോക്കുകയാണ്. മുസനബിയെ നോക്കണേ, എത്ര വലിയ ധിക്കാരമാണല്ലേ മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ പടച്ച രക്ഷിതാവ് എന്റെ രക്ഷിതാവല്ല എന്ന് പറയുന്നത്, ഉദാഹരണം സ്വന്തം ഉമ്മയോട് നിങ്ങൾ എന്റെ ഉമ്മയല്ല എന്ന് പറയുന്നതിനേക്കാളും ഗൗരവമല്ലേ അത്? ഉപ്പയോട് നിങ്ങൾ എന്റെ ഉപ്പയല്ല എന്ന് പറയുന്നതിനേക്കാൾ. ഒരു കുഞ്ഞിനോട്, ഒരു കുഞ്ഞ് മാതാപിതാക്കളോട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം എത്രയാണെന്ന് ആലോചിക്കുമ്പോഴറിയാം. ഇതൊക്കെ പടച്ച ഖാലിഖായ അല്ലാഹു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റീഡ് ഇൻ ദി നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ്. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ പടച്ച തമ്പുരാനെ കുറിച്ച് അജ്ഞാനം പറയുന്ന, ഇല്ലാത്തത് വിളിച്ചു പറയുന്ന, ആരോപണങ്ങൾ ഉയർത്തുന്ന, കളിയാക്കുന്ന, പരിഹസിക്കുന്ന മനുഷ്യന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഇവിടെയാണ് ഖുർആൻ മനുഷ്യന്റെ പരിഹാരമായി അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. പറയൂ നബിയേ, സത്യം വന്നിരിക്കുന്നു, അസത്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നു. അസത്യം എന്നെന്നും നാമാവശേഷമാകുന്നതു തന്നെയാണ്. വഖുൽ ജാഅൽ ഹഖ്, say the truth has come, സത്യം വന്നിരിക്കുകയാണ്. വസഹഖൽ ബാതിൽ, and falsehood is vanished.
ഇന്നൽ ബാതില കാന സഹൂഖാ. And false is ever vanisher. എന്നും നിലനിൽക്കാനും പിടിച്ചു നിൽക്കാനും കഴിയാതെ അന്ധകാരത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് അധർമ്മം, അസത്യം, അനീതി എന്ന് പറയൂ നബിയെ. ലോകത്തോട് പറയണേ, നീതി വന്നു കഴിഞ്ഞു. മനുഷ്യന്റെ യുക്തിക്ക് മനസ്സിലാവാൻ കഴിയുന്ന ആശയം, മനുഷ്യന്റെ ലോജിക്കിന് ബോധ്യപ്പെടുന്നത്, മനുഷ്യന്റെ റാഷണാലിറ്റിക്ക് സംവേദ്യമാകുന്നത്, മനുഷ്യന്റെ ചിന്തകളെ ഉയർത്തിപ്പിടിക്കുന്നത്, മനുഷ്യന് ലക്ഷ്യബോധം നൽകുന്നത്, അറിവിന്റെ ജ്ഞാനത്തിന്റെ അനന്തമായ സീമകളിലേക്ക് മനുഷ്യനെ ജ്ഞാനം നടത്തുന്ന, അറിവിന്റെ വഴികളിലേക്ക് തേരോട്ടം നടത്താൻ കഴിയുന്ന വിശുദ്ധ വചനങ്ങളായ വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ, ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ എവിടേക്കാണ് നമ്മൾ ഓടുന്നത്? എന്താ പിന്നെ നമ്മൾക്ക് വേണ്ടത്? അള്ളാഹുവിന്റെ വചനങ്ങളെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ദാഹം തീരില്ല, ദാഹം തീരില്ല. ലാ തൻഖദി അജായിബു, അത്ഭുതങ്ങൾ അവസാനിക്കാത്തതാണ് ഈ ഗ്രന്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകത്തേക്ക് പോകുന്ന ഹബീബായ നബി തങ്ങളുടെ മിഅ്റാജിനെ കുറിച്ച് മിഅ്റാജ് എന്ന് പറയുന്നത് അറജ ഫിസ്സമാ എന്ന അറബിയിൽ പറഞ്ഞാൽ സിഗ്സാഗായി വളഞ്ഞു പുളഞ്ഞ് മേലോട്ട് കയറുന്നതിനെയാണ്. ആകാശലോകത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്നത്തെ ഏതെല്ലാം സ്പേസ് ഷട്ടിലുകളുണ്ടോ, സ്പേസ് ക്രാഫ്റ്റുകളുണ്ടോ, വാഹനങ്ങളുണ്ടോ, ആകാശലോകത്തേക്ക് യാത്ര പോകാൻ കഴിയുന്ന, സ്പേസിലേക്ക് യാത്ര പോകാൻ കഴിയുന്ന ഏത് വാഹനവും ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞു പുളഞ്ഞുകൊണ്ടേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന് ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ സയൻസ് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആകാശലോകങ്ങളിലേക്ക് പോയ യാത്രയെ പുണ്യനബി പരിചയപ്പെടുത്തിയത് മിഅ്റാജ് എന്ന വാക്കുകൊണ്ടാണ്. സുഊദ് എന്ന വാക്കല്ല. സ്വഇദ എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ കയറുക എന്നാണ്. മിഅ്റാജ് എന്ന് പറയുന്നത് വളഞ്ഞു പുളഞ്ഞ് യാത്ര ചെയ്യുക എന്നാണ്. ആകാശലോകത്തിന്റെ സംവിധാനം അങ്ങനെയാണത്രേ. ഒരു ഒബ്ജക്റ്റിന് പോലും കുത്തനെ കയറി പോകാൻ കഴിയില്ലെന്ന് ഇന്ന് പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നൊരു കാലത്ത് സയൻസിന്റെ അർത്ഥഗർഭമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എത്രയാണ് നബിയെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരമെന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്. നബി തങ്ങളെ എത്രയാണ് മാ ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? ഒരു റൊട്ടി വേണം, റൊട്ടിക്ക് കറി വേണം, പാല് വേണം, ഒട്ടകം വേണം, ആടിൻകുട്ടി വേണം എന്ന് നബിതങ്ങളോട് ആളുകൾ വന്ന് ചോദിച്ചിരുന്ന കാലത്ത് ഹബീബിന്റെ മജ്‌ലിസിലിരിക്കുന്ന സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഭംഗി നോക്കൂ. എത്രയാ നബിയെ ആകാശവും ഭൂമിയും തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 500 ആം, 500 വർഷത്തെ വഴിദൂരമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈന്റെയോ പ്രഗത്ഭരായ സയന്റിസ്റ്റുകളുടെയോ തിയറികൾ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് അവരുടെ ബുദ്ധിയോട് സംവദിക്കുകയായിരുന്നു. അറിവിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയി. എന്താണ് പറഞ്ഞതിന്റെ ആശയം? അത് ഇന്ന് മനസ്സിലായി. എന്താണ് 500 years? അവര് ചോദിച്ചു, നബിയേ, 1-ാം ആകാശത്ത് നിന്ന് 2ലേക്കുള്ള ദൂരം എത്രയാണ്? പറഞ്ഞു, ഭൂമിയിൽ നിന്ന് 1-ാം ആകാശം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ലോകത്തിന്റെ ബൗണ്ടറിയാണ്, ബോർഡറാണ്. നക്ഷത്രങ്ങളും കഴിഞ്ഞു പോകണം. അങ്ങനെ ഒരു ബൗണ്ടറി ഇന്ന് പോലും സയൻസ് കണ്ടെത്തിയിട്ടില്ല. 1-ാം ആകാശം എവിടെയാണെന്ന് എന്ന് സയൻസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എവിടെയാ 1-ാം ആകാശം? ഖുർആൻ പറഞ്ഞു 7 ആകാശങ്ങൾ. 7 സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. 7 layers of heavens, one above the other. ഒന്നിന് മീതെ മറ്റൊന്നായി 7 ആകാശങ്ങളെ സംവിധാനിച്ചവനാണ് അല്ലാഹു.
ആ ഒരു ആകാശത്തിന്റെ താഴെയാണ് വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. We have decorated the lowest sky with the lamps of stars. നക്ഷത്രങ്ങൾ എന്ന വിളക്കുകളാൽ ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുകയാണ്.